അവനൊരു ഹായൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതേ ചക്ക കൊണ്ടുള്ള വിഭവം തന്നെ ആവാൻ വേറെ ഒന്നുമല്ല ചക്കപ്പേരി. അപ്പോൾ ആളിത് റെഡിയാക്കുന്നുണ്ട്. അതിനുള്ളിൽ ഞാൻ അവന് ചോറ് കൊടുത്തിട്ട് വരാനായിട്ട് പോയിട്ടാ. അപ്പം നോക്കുമ്പോൾ അവൻ താങ്ങി പിടിച്ച് ഇറക്കുന്നുണ്ട് കേട്ടോ. എവിടേക്കാണെന്നൊന്നും ഇല്ല, അത് ഇങ്ങനെ പൊന്തിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്കത് ഓരോന്നായിട്ട് അരിയാം. അപ്പോൾ ഇതേ കത്തിയിൽ ആൾ എണ്ണയൊക്കെ തേച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഇരുന്ന് അരിയാം. അപ്പോൾ ആൾ മാത്രമല്ല ഞാനും ഹെൽപ്പിങ്ങിന് പോയായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് കുറച്ച് നേരം എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നാട്ടുവിശേഷവും വീട്ടുവിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കാനൊക്കെ കൂടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, അച്ചമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഇരുന്ന് ഭയങ്കര സംസാരമായിരുന്നു. ഇതെന്തായാലും കുറച്ച് നേരം എടുക്കുമല്ലോ. അപ്പോൾ ഏകദേശം ഇങ്ങനെ അരിഞ്ഞ് ഇത്രയും ആയിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ വെച്ചൊന്ന് വേവിക്കാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞ് സെറ്റാക്കാം. അപ്പോൾ അത് റെഡിയാക്കാനുണ്ടാവും. നമുക്കതൊന്ന് ചതച്ചെടുക്കണം. ഇതിൻ്റെ ഇപ്പോൾ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഇതിൻ്റെ ഓരോ പ്രൊസീജിയർ, അതായത് ഓരോ ഘട്ടങ്ങൾ കാണാൻ നല്ല രസമല്ലേ. ചക്ക മുറിക്കുന്നത്, ചള പറിക്കുന്നത്, എല്ലാം കയ്യിൽ മുളഞ്ഞാവാതിരിക്കാൻ ഓരോന്ന് തേക്കുന്നത് അല്ലേ. അതേ ചതച്ചൊക്കെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചാനായിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുള്ളിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി അങ്ങനെ വെക്കുകയാണ് കേട്ടോ. ചക്കപ്പേരി ഇഷ്ടമാവാത്തൊരു ഉണ്ടാവാതിരിക്കുകയല്ലേ, എന്നാലും ചക്ക സീസണല്ലേ, ഒരു ഉപ്പേരിയൊക്കെ നിർബന്ധമാണ് വീട്ടിൽ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ റെഡിയാക്കി ഇരിക്കേണ്ട കറിവേപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കി. അതിൻ്റെ ഇടയിൽ അവനെ ഉറക്കി കിടത്തിയതാണ്, അവൻ എണീറ്റ് വന്നത് ഗൈസ്. അവിടെ ആൾ പോവാറായിട്ട് വീട്ടിലേക്ക് ആ സമയത്താണ് ഇത് ഉണ്ടാക്കി തന്നിട്ട് പോകാനാണ് നോക്കണം. അപ്പോൾ ഇത് മുളക് പൊടി ഇട്ടിട്ട് അത് ഏകദേശം ആയി നിന്ന് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത സംഭവം വെച്ചിട്ട് ഇത്തിരി പുളി ഓൾറെഡി ഉണ്ടായിരുന്ന കാരണം ഇത് വേവിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മധുരമായിരുന്നു ഗൈസ്. അപ്പം ഞാൻ ഒരിലയിലൊക്കെ അതിട്ട് സെറ്റാക്കി ഒരു കട്ടൻ ചായയുടെ കൂടെ അങ്ങനെ ഈവനിങ് ആയിട്ട് പിടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.